കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. മഹാദേവ്യേ നമഃ. ചൊറ്റാനിക്കര ഭഗവതിയേ ശരണം. ദേവീ ശരണം. അമ്മേ സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധം ചതുർവിംശതി അധ്യായം 24-ാമത്തെ അധ്യായം നമ്മൾ അവലോകനം ചെയ്തു വരുന്നു. ദേവീ ആരാധനത്തിനെ കുറിച്ചാണ് ഈ പ്രസ്തുത അധ്യായത്തിൽ നാരായണ ഋഷികൾ നാരദന് ഉപദേശിക്കുന്നത്. അതുപോലെ നാരദന്റെ ചോദ്യത്തോടു കൂടിയാണ് അധ്യായം ആരംഭിക്കുന്നത്. നാരദ ഉവാച ധർമ്മശ്ച കീദൃശസ്താധ ദേവ്യാരാധനലക്ഷണ കഥമാരാധിതാ ദേവി സാ ദദാധി പരംപദം. ആരാധനവിധി കോഭാ കഥമാരാധിതാ കഥാ കേന സാ ദുർഗനരകാദ്ദുർഗാത്രാണപ്രദാ ഭവേത്. നമസ്കരിച്ചുകൊണ്ട് നാരായണ ഋഷിയെ നാരദൻ ചോദിക്കുന്നു, ദേവിയുടെ ആരാധന ലക്ഷണമായ ധർമ്മം ഏത് രൂപത്തിലുള്ളതാണ്? എപ്രകാരം ആരാധിച്ചാലാണ് ദേവി പരമപദം നൽകി അനുഗ്രഹിക്കുന്നത്? ദേവിയെ ആരാധിക്കാനുള്ള വിധി എന്താണ്? എപ്പോൾ, എങ്ങനെ, എപ്രകാരം ആരാധിച്ചാൽ ആ ദേവി ദുർഗമമായിട്ടുള്ള നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും, നമ്മളെ രക്ഷിക്കും എന്നുള്ളത് ദയവായി പറഞ്ഞു തരണം എന്നാണ് നാരദൻ ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമായി കൊണ്ടാണ് നാരായണ ഋഷി ഇതാ പറയുന്നത്. ദേവഋഷേ ശൃണുചിത്തൈകാഗ്രേണ മേ വിദുഷാംഭരാ യഥാ പ്രസീദതേ ദേവീ ധർമാരാധനത സ്വയം. ഹേ ദേവഋഷേ, ഹേ നാരദ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. ദേവിയെ പ്രസാദിപ്പിക്കാനുള്ള ധർമാനുസൃതമായ പൂജ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. സ്വധർമ്മത്തിൻ്റെ സ്വരൂപം എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോളൂ. ആദ്യമായിട്ട് അനാദിയായിക്കൊണ്ട് ആദികാലം മുതൽ തന്നെ ഈ സംസാരത്തിൽ വന്ന് ജനിച്ചവര് ദേവിയെ ഉപാസിച്ചാൽ അവരെ ദേവി വളരെ ഭയങ്കരമായ ഘോരമായ സങ്കടങ്ങളിൽ നിന്നും രക്ഷിക്കും. ജനങ്ങൾ എങ്ങനെയാണ് ദേവിയെ വിധിയനുസരിച്ച് പൂജിക്കേണ്ടത് എന്നും ഞാൻ പറയാം. അതും ശ്രദ്ധയോടുകൂടി അങ്ങ് ശ്രവിച്ചാലും. പ്രതിപദത്തിൽ ആരംഭിക്കണം ദേവീ പൂജ എന്നാണ് പറയണത്. അന്ന് നെയ്യ് ആയിരിക്കണം നിവേദ്യമായിട്ട് സമർപ്പിക്കേണ്ടത്. ഒരു ഉത്തമ ബ്രാഹ്മണന് നെയ്യ് ദാനം ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്യുന്നവൻ സദാ അരോഗിയായി ഭവിക്കും, രോഗമില്ലാത്തവനായി ഭവിക്കും എന്ന് പറയുകയാണ്. അതായത് പ്രതിപദത്തിൽ ദ്വിതീയയിൽ 2-ാമത്തെ ദിവസം ജഗദംബികയെ ശർക്കര കൊണ്ട് പൂജിക്കണം. ബ്രാഹ്മണന് ശർക്കര ദാനം ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്യുന്നവൻ ദീർഘായുസ് നേടുമെന്ന് പറയുന്നു. അടുത്ത 3-ാമത്തെ ദിവസം തൃതീയ തിഥിയിൽ പൂജയ്ക്ക് പാലാണ് ഉത്തമം. പാലായിരിക്കണം ബ്രാഹ്മണന് ദാനമായിട്ട് നൽകേണ്ടത്. അങ്ങനെ പാലുകൊണ്ട് ദേവിയെ പൂജിച്ച് പാല് ബ്രാഹ്മണന് ദാനമായിട്ട് നൽകിയാൽ സർവ്വദുഃഖങ്ങളും തരണം ചെയ്യാനാകും. ചതുർത്ഥ്യാം പൂജനേ പൂവ ദേഹ്യാ ദേവ്യൈ ദ്വിജായജ അപൂവായേവ ദാതവ്യ ന വിഘ്നൈ അഭിഭൂയതേ. ചതുർത്ഥിയിൽ 4-ാമത്തെ ദിവസം ദേവി പൂജയ്ക്ക് ബ്രാഹ്മണദാനത്തിനും നെയ്യപ്പം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം എന്നൊക്കെ പറയില്ലേ, നെയ്യ് കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ഉണ്ണിയപ്പം, എണ്ണ കൊണ്ടല്ല, നെയ്യ് കൊണ്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് ദേവിക്ക് നിവേദ്യം ചെയ്യാൻ.
ആ നെയ്യപ്പത്തിനെ ബ്രാഹ്മണന് ദാനമായിട്ട് നൽകണം. അങ്ങനെ ആരാണോ ചെയ്യുന്നത് അവര് എല്ലാ വിഘ്നങ്ങളിൽ നിന്നും അവർക്ക് ശാന്തി ഉണ്ടാകും, വിഘ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പഞ്ചമ്യാം, 5-ാമത്തെ ദിനത്തിൽ കദളിപ്പഴമാണ് ദേവിക്ക് നിവേദിക്കേണ്ടത്. ആ കദളിപ്പഴത്തിനെ ബ്രാഹ്മണന് ദാനം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവര് മേധാവിയായി തീരും എന്ന് പറഞ്ഞു. പിന്നീട് അടുത്തതായിട്ടുള്ള ഷഷ്ഠതിഥിയിൽ ദേവീപൂജയ്ക്ക് വേണ്ടത് മധുവാണ്, തേനാണ്. അത് തന്നെ, ആ തേൻ തന്നെ ബ്രാഹ്മണന് ദാനം ചെയ്യുക. മധുതുല്യമായ കാന്തി ഉണ്ടാകും എന്ന് പറയുകയാണ്. അതുകൊണ്ട് സപ്തമി ദിനത്തിലെ ശർക്കര പായസം കൊണ്ട് ദേവിയെ പൂജിച്ച് നൈവേദ്യം ചെയ്ത് അത് ബ്രാഹ്മണന് ദാനമായി നൽകുന്നവന് ശോകരഹിതനാകും, ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടും. ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കര, ഗുഡപായസം, ശർക്കര പായസം എന്ന് പറയും. അടുത്ത അഷ്ടമി തിഥിയിൽ ദേവിക്ക് അർപ്പിക്കേണ്ടത് ഇളനീരാണ്. അത് തന്നെ ദാനമായിട്ട് ബ്രാഹ്മണന് നൽകിയാൽ അവൻ ദുഃഖമില്ലാത്തവനായിത്തീരും, ദുഃഖം അറ്റവനായിത്തീരും. നവമി ദിനത്തിൽ ജഗദംബിക്ക് അർപ്പിക്കേണ്ടത് മലരാണ്. ആ മലരിനെ ബ്രാഹ്മണന് ദാനമായിട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നവര് ഇവിടെയും പരലോകത്തും അത്യധികമായിട്ടുള്ള സുഖം അവർക്ക് ലഭിക്കും എന്ന് പറയുന്നു. ഹേ നാരദ, ദശമി തിഥിയിൽ ജഗദംബയ്ക്ക് കറുത്ത എള്ള നിവേദിച്ച് ആ എള്ളിനെ ബ്രാഹ്മണന് ദാനം ചെയ്താൽ യമലോകത്തെ ഭയപ്പെടേണ്ടതില്ല, നരകലോകത്തെ ഭയപ്പെടേണ്ടതില്ല, യമയാതനകൾ ഉണ്ടാവില്ല എന്ന് പറയാണ്. ഏകാദശിയിൽ ദേവിക്ക് തൈര് നിവേദിക്കണം. ബ്രാഹ്മണന് ആ തൈര് ദാനമായിട്ട് കൊടുക്കുന്നവര് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിട്ടുള്ള ഭക്തനായി തീരുന്നു. ദ്വാദശി തിഥിയിലെ ദേവിക്ക് അവിലാണ് നൈവേദ്യമായിട്ട് അർപ്പിക്കേണ്ടത്. ആ അവില് ബ്രാഹ്മണന് ദാനമായിട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നവന് ദേവിയുടെ പ്രീതി എളുപ്പം നേടിയെടുക്കാൻ കഴിയും. ത്രയോദശം, 13-ാമത്തെ ദിവസം ദുർഗയ്ക്ക് പയറാണ് നൈവേദ്യമാക്കി കൊടുക്കേണ്ടത്. പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള വാളൻ പയറല്ല, അതിനകത്തുള്ള പയറിൻ്റെ മണി, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പയറിൻ്റെ മണി കൊണ്ട് നമുക്ക് അതിൽ ശർക്കരയൊക്കെ ചേർത്ത് നാളികേരമൊക്കെ ഇട്ടിട്ട് പയർ നൈവേദ്യം നമുക്ക് ചെയ്യാൻ പറ്റും. അത് നിവേദ്യമായിട്ട് ചെയ്ത് ബ്രാഹ്മണന് ദാനം നൽകിയാൽ സന്താനങ്ങൾ ധാരാളം ഉള്ളവനായിത്തീരും. അപ്പം സന്താന ദുഃഖം മാറാനായിക്കൊണ്ട് ത്രയോദശി ദിനത്തിൽ ദുർഗയ്ക്ക് പയർ നൈവേദ്യമാണ് അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേമാതിരി ചതുർദശി 14-ാമത്തെ ദിവസം ദേവിക്ക് വന്നി ചമതയാണ് അർപ്പിക്കേണ്ടത് എന്ന് പറയാണ്. ആ ചമത, വന്യച്ചമത, അത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവര് ശിവന് പ്രിയനായി ഭവിക്കും എന്ന് പറയാണ്. അതേമാതിരി പൂർണിമയിൽ ഇപ്പോൾ 14 ദിവസം കഴിഞ്ഞാൽ 15-ാമത്തെ ദിവസം, അപ്പോൾ ഇത് തുടങ്ങേണ്ടത് എപ്പോഴാണ്? വാവ് കഴിഞ്ഞ അടുത്ത ദിവസം പ്രഥമ അല്ലേ, അതിൽ തുടങ്ങി പൗർണമി വരെയുള്ളത്. ആ പൗർണമി തിഥി 15-ാമത്തെ ദിവസം അപർണയായിരിക്കുന്ന ദേവിക്ക് പായസമാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. ആ കടുംപായസമായിട്ടോ നെയ്പായസമായിട്ടോ ഒക്കെ നമുക്ക് ദേവിക്ക് പായസം നിവേദ്യം ചെയ്യാം. ആ പായസം ബ്രാഹ്മണർക്ക് ദാനമായിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് സർവപ്രീതികളും ഉണ്ടാകും ദേവിയുടെ എന്നവിടെ പറയാണ്. ഹേ നാരദ, ആ തിഥിയിൽ തന്നെ, അതായത് പൗർണമി തിഥിയിൽ തന്നെ ദേവീപ്രീതിക്കായി ഹവനം ചെയ്യണം. ഹവനം എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ഹോമം ചെയ്യുന്നതിനെയാണ് ഹവനം എന്ന് പറയുക. മുൻപറഞ്ഞ ഓരോ തിഥിക്കും വേണ്ട വസ്തുക്കൾ കൊണ്ട് വേണം അത് ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ സർവ അനിഷ്ടങ്ങളും തീർന്നു കിട്ടും. ഈ 15
വിധമായിട്ടുള്ള സാധനങ്ങളെയും ഹവനം ചെയ്താൽ, ദേവിക്ക് അഗ്നിയിൽ ദേവിയെ പ്രതിഷ്ഠാനം ചെയ്ത് ഹവനം ചെയ്തു, ഹോമിച്ചു എന്ന് പറഞ്ഞാൽ